ഹായ് ബിൻസിയാണ് കേട്ടോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കുർത്തീസിന്റെ കളക്ഷൻസ് ആണ്. സിംഗിൾ പാറ്റേൺ, അതിന്റെ 3 കളേഴ്സും ആണ് കേട്ടോ. അപ്പൊ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് എല്ലാ കുർത്തീസും നമുക്ക് വേറെ ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ ഈ സെയിം കോസ്റ്റ്യൂമിലായിരിക്കും ചിലപ്പോൾ 1-2 ദിവസത്തെ വീഡിയോയിൽ ഉണ്ടാവുന്നത്. വേറെ ഒന്നുമല്ല, നമുക്ക് പെട്ടെന്ന് വീഡിയോസ് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു സിംഗിൾ ഡേ തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ എല്ലാം സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ്, കാരണം ഇത് ക്ലോസ് വ്യൂവിൽ കാണിക്കുന്നില്ല, അങ്ങനെ വേറെ ഞാൻ നേരത്തെ ചെയ്യുന്ന പോലെയുള്ള ഇതൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ എന്ത് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലും അത് വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് ചോദിച്ച് ക്ലിയർ ഔട്ട് ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക കേട്ടോ. ഇതിന്റെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഫുൾ ആയിട്ട് മെഷീൻ എംബ്രോയിഡറി ആണ്. ഇതിന്റെ ത്രെഡിന്റെ കളേഴ്സ്, അതല്ലെങ്കിൽ ഇതിന്റെ മെറ്റീരിയൽ എന്താണ്, ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഓരോ ഡീറ്റെയിലിങ്ങും ക്ലിയർ ആയിട്ട് പിക്ക് അയച്ചു തന്ന് അത് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തന്നെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ പർച്ചേസ് ചെയ്യുന്നത് വെബ്സൈറ്റ് ത്രൂ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും എളുപ്പമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ പർച്ചേസ് ചെയ്യാം കേട്ടോ. വെബ്സൈറ്റ് ത്രൂ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല, ഇഷ്ടപ്പെട്ട ഐറ്റത്തിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൈസും സ്ഥലവും കൂടി വെച്ച് നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ റിട്ടേൺ പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് റിട്ടേൺ ഉള്ളൂ. അതും നമ്മൾ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് വേണം കേട്ടോ. അതിൽ ഒരു കോംപ്രമൈസും പറയുന്നില്ല. കാരണം ഓപ്പണിംഗ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓപ്പണിംഗ് വീഡിയോ എടുത്തിട്ട് വേണം നമുക്ക് അയച്ചു തരാനായിട്ട്. സ്റ്റാർട്ടിങ് തൊട്ടുള്ള ഓപ്പണിംഗ് വീഡിയോ എടുത്തിട്ട് വേണം കേട്ടോ. കാരണം ഇപ്പൊ നമുക്ക് തന്നെ കുറേ ഡാമേജ് ആയിട്ട്, അതായത് കയ്യിൽ കിട്ടിയതിന് ശേഷം ഡാമേജ് ആയിട്ട് അതല്ലെങ്കിൽ യൂസ് ചെയ്തതിന് ശേഷം ഒക്കെ റിട്ടേൺ അയച്ച കേസസ് ഉണ്ട്. നമ്മുടെ കയ്യിൽ നല്ലൊരു ഡെഡ് സ്റ്റോക്ക് അതിന്റെ തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ കമ്പൽസറി ആയിട്ട് പറയുന്നത് റിട്ടേണിന്റെ കാര്യം. പിന്നെ നമ്മൾ നമ്മളുടെ ഡീറ്റെയിൽസിലെല്ലാം പേയ്മെന്റ് ഓപ്ഷൻ തരുമ്പോൾ തന്നെ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. എങ്ങനെ റിട്ടേണിന്റെ ഓപ്ഷനും എല്ലാ കാര്യങ്ങളും അതിന്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടാണ് വിടുന്നത്. അപ്പൊ അതെല്ലാം വായിച്ചു നോക്കിയതിന് ശേഷം തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. കാരണം ചിലർ അത് ഐറ്റം വാങ്ങിയിട്ട് ഓൾട്ടർ ചെയ്ത് അതിനുശേഷം നമുക്ക് റിട്ടേൺ ചെയ്യും, അവർക്ക് പറ്റിയില്ല അല്ലെങ്കിൽ അങ്ങനെ കംപ്ലൈന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേയൊക്കെ റിട്ടേൺ വാങ്ങിയിട്ടുണ്ട്. അതെല്ലാം തന്നെ ഡെഡ് സ്റ്റോക്ക് ആയിട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണ്. യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് അയച്ചു തന്ന ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ നമുക്കത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കമ്പൽസറി ആയിട്ട് ഓപ്പണിംഗ് വീഡിയോ വേണം, ഡാമേജ് ഐറ്റം ആണെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ വേണമെന്ന് നമ്മൾ പറയാറുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അതെല്ലാവരും ഒന്ന് സഹകരിക്കണേ ആ ഒരു കാര്യത്തില്. അപ്പൊ ഇനി സമയം കളയാതെ നമുക്ക് കുർത്തീസ് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് കുർത്തി വന്നിരിക്കുന്നത് ഇതാണ്. നല്ല ഭംഗിയായിട്ട് വരുന്ന കുർത്തിയാണ് കേട്ടോ. മെറ്റീരിയൽ വന്നിരിക്കുന്നത് നേറ സിൽക്കിലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ഹെൽത്തി യെല്ലോ കളറിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. ഈ യെല്ലോ നല്ലൊരു ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു യെല്ലോ ആണ് കളർ വന്നിരിക്കുന്നത്. ഇതിന്റെ നെക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ അഫ്ഗാൻ കോളർ നെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഈ നെക്ക് പാറ്റേൺ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ് കേട്ടോ. കാരണം നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ് ഇത് വെയർ ചെയ്യാനായിട്ട്. നമ്മളുടെ ഒരു കോളർ നെക്ക് പാറ്റേൺ എന്ന് വെച്ചാൽ അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു നെക്ക് ലൈനിലായിട്ട് നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന മെഷീൻ എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ അകത്ത് വൈറ്റ് കളറിലും അതുപോലെ തന്നെ യെല്ലോ കളറിലും വന്നിരിക്കുന്ന ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മെഷീൻ എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. ഫുൾ ആയിട്ട് ബാക്ക് സൈഡും ഒക്കെ ഈ ഒരു നെക്ക് ലൈനിൽ ഫുൾ ആയിട്ട് ഈ ഒരു മെഷീൻ എംബ്രോയിഡറി ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആയിട്ട് വരുന്ന കുർത്തിയാണ്. ഇതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് ക്രേപ്പ് ലൈനിങ് ആണ്. അതുപോലെ തന്നെ വൺ സൈഡിൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ്, ഒരു 47 ഇഞ്ച് ലെങ്ത്തിലാണ് ഈ കുർത്തി വന്നിരിക്കുന്നത്. ഇതിന്റെ സ്ലീവ് വരുമ്പോൾ സ്ലീവ് 3/4 ആണ്. സ്ലീവിന്റെ എൻ പോർഷനിൽ, സ്ലീവ് എന്ന് പറഞ്ഞാൽ സ്ലീവിലൊക്കെ നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന മെഷീൻ എംബ്രോയിഡറി ആണ് കേട്ടോ. സ്ലീവിന്റെ ഈ ഒരു പോർഷൻ തൊട്ട് ഈ ഒരു താഴെ വരെ നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന മെഷീൻ എംബ്രോയിഡറി ആണ്. അതും ഈ പറയുന്ന പോലെ തന്നെ വൈറ്റ് ആൻഡ് യെല്ലോ ആണ് ത്രെഡ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് നല്ലൊരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ തന്നെ വെയർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഇതിന്റെ കൂടെ നല്ലൊരു വൈറ്റ് കളർ പെൻസിൽ ബോട്ടവും അതുപോലെ നല്ലൊരു ദുപ്പട്ടയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പാകത്തിനുണ്ട്. നല്ലൊരു ക്ലാസിക് ലുക്കിൽ തന്നെ ഇരിക്കുന്ന ഒരു കുർത്തിയാണ്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ യെല്ലോ കളറിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇത്രയുണ്ട് ഇതിന്റെ അകത്ത് വന്നിരിക്കുന്ന ഫീച്ചേഴ്സ്. ക്ലോസപ്പിലുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വീഡിയോയുടെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് XL, XXL, 3XL ആണ് കേട്ടോ. നോർമലി നമ്മൾ മീഡിയം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. ഇത് മീഡിയം തൊട്ടല്ല, ലാർജ് ടു 3XL ആണ്. ഇതിന്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് വന്നിരിക്കുന്നത് 850 ആണ് കേട്ടോ. 850 ആണ്. അതും ഇൻസൈഡ് കേരളയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്.
അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്, കളറിൽ മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളൂ. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും നല്ല ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ലാവൻഡറിന്റെ ഷെയ്ഡാണ് കേട്ടോ. ലാവൻഡറും ലൈറ്റ് ആയിട്ട് ഒരു പർപ്പിളും കൂടി മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഡിഫറെന്റ് ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ. കാരണം ലാവൻഡറും അല്ല പർപ്പിളും അല്ല, അങ്ങനത്തെ നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു കളറാണ്. കുറച്ച് ഡാർക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ അകത്തും ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോൾ ഇതുപോലെ അഫ്ഗാൻ കളർ നെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. നെക്ക് ലൈനിലൊക്കെ നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന മെഷ് എംബ്രോയിഡറി തന്നെയാണ് കേട്ടോ. ആ ഒരു ഓഫ് വൈറ്റിന്റെയും അതുപോലെ തന്നെ സെയിം ലാവൻഡറിന് കൂടി ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള മെഷ് എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്, ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൺ സൈഡിൽ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വൺ സൈഡ് പോക്കറ്റ് ഇട്ടിട്ടുണ്ട്. സ്ലീവ് ആണെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ. സ്ലീവിന്റെ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന മെഷ് എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. നല്ല വലുപ്പത്തിലാണ് കേട്ടോ. ആ ഒരു എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത് നല്ല വലുപ്പത്തിലാണ്. ഇതിന്റെ അകത്തും ഈ പറയുന്ന പോലെ തന്നെ ഒരു ഓഫ് വൈറ്റിന്റെയും അതുപോലെ തന്നെ ഡാർക്ക് ലാവൻഡറിന്റെ ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള മെഷ് എംബ്രോയിഡറി ആണ് സ്ലീവിലും കൊടുത്തിരിക്കുന്നത്. സ്ലീവും വിത്ത് ലൈനിങ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ ആയിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ലെങ്ത് വരുമ്പോഴത്തേക്ക് ഒരു 46-47 ഇഞ്ചോളം ലെങ്ത് ഇട്ടിട്ടാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് XL, XXL ആൻഡ് 3XL ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 850 ആണ് കേട്ടോ. 850 ആണ്. അടുത്ത കുർത്തി വന്നിട്ട് ഇതും നമ്മൾ ആദ്യം കാണിച്ചതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. കളർ വരുമ്പോഴത്തേക്ക് ഒരു പിങ്കിഷ് പീച്ച് ആണ് കളർ വന്നിരിക്കുന്നത്. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്, കളറിൽ മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളൂ. നെക്ക് നമ്മുടെ മെറ്റീരിയൽ വരുമ്പോൾ നേറ സിൽക്കിൽ തന്നെയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോൾ ഒരു അഫ്ഗാൻ കളർ നെക്ക് പാറ്റേണിൽ തന്നെയാണ് നെക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നെക്ക് ലൈനിലൊക്കെ നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന മെഷ് എംബ്രോയിഡറി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്ലീവ് ആണെങ്കിലും നല്ല ഭംഗിയുണ്ട്. സ്ലീവും വിത്ത് ലൈനിങ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്ലീവിലൊക്കെ ആണെങ്കിലും നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന മെഷ് എംബ്രോയിഡറി ആണ്. അതുപോലെ തന്നെ സ്ലിറ്റഡ് ആണ് വന്നിരിക്കുന്നത്. ലൈനിങ് കൊടുത്തിട്ടുണ്ട്, ക്രേപ്പ് ലൈനിങ് ആണ്. വൺ സൈഡ് ഇതുപോലെ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ മെറ്റീരിയൽ അത്യാവശ്യം കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആണ്. അതുപോലെ തന്നെ ലെങ്ത് വരുമ്പോഴത്തേക്കും ഒരു 47 ഇഞ്ച് ലെങ്ത്തിലാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് XL, XXL ആൻഡ് 3XL ആണ്. 3XL വരെ ഇതിന്റെ അകത്ത് അവൈലബിൾ ആണ് കേട്ടോ. റേറ്റ് വന്നിരിക്കുന്നത് 850 ആണ്, 850 ആണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു സിംഗിൾ പാറ്റേണും അതിന്റെ 3 കളർ ഷെയ്ഡ്സും ആണ് കാണിക്കുന്നത്. അപ്പൊ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ അതല്ലെങ്കിൽ വാട്സ്ആപ്പ് ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ക്ലോസപ്പിൽ പിക്ക് വേണം, അങ്ങനത്തെ ഡീറ്റെയിലിംഗ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്താണ് ബെലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.